വിജയം. നമ്മൾ എപ്പോഴും അതിന്റെ ഫലം മാത്രമേ കാണാറുള്ളൂ അല്ലേ? പക്ഷെ അതിന്റെ പിന്നിലൊരു കളിയുണ്ട്, ഒരു ഹിഡൻ ഗെയിം. ആ കളിയുടെ റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. നമുക്ക് തുടങ്ങാം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില ഐഡിയകൾ ചിലപ്പോൾ നമ്മുടേതൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ക്ലിക്കാവില്ല. അതേസമയം വേറെ ചിലത് നോക്കിയാലോ, ലോകം മുഴുവൻ അതങ്ങോട്ട് ഏറ്റെടുക്കും. എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ ആ രഹസ്യം? ശരി, നമുക്കതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധയുടെ സൈക്കോളജി മനസ്സിലാക്കുക എന്നതാണ്. കാരണം ഇന്നത്തെ ലോകത്ത് ഏറ്റവും വിലയുള്ള കറൻസി ഏതാണെന്ന് ചോദിച്ചാൽ അത് ശ്രദ്ധയാണ്, അറ്റൻഷൻ. അതെങ്ങനെ നേടാം, എങ്ങനെ നിലനിർത്താം, അതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ ജയിക്കണമെങ്കിൽ നല്ലൊരു ക്യാമറയോ അടിപൊളി എഡിറ്റിങ്ങോ മാത്രം മതിയെന്ന് വിചാരിച്ചാൽ തെറ്റ്. അതിനൊക്കെ അപ്പുറം ഇത് ശരിക്കും മനുഷ്യന്റെ മനസ്സ് വെച്ചുള്ളൊരു കളിയാണ്. ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ ആകാംക്ഷയെ എങ്ങനെ നമുക്കൊന്ന് ഉണർത്താം, അവിടെയാണ് യഥാർത്ഥ കളി ഒളിഞ്ഞിരിക്കുന്നത്. കളിക്കുള്ളിലെ ഒരു കളിയെന്ന് തന്നെ പറയാം. ശ്രദ്ധ പിടിക്കാനുള്ള ഏറ്റവും പവർഫുൾ ടെക്നിക്ക് എന്താണെന്നറിയോ? വളരെ സിമ്പിളാണ്. ആളുകളുടെ പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുക. ഒരു സിനിമയുടെ ട്രെയിലർ ഓർത്തു നോക്കൂ. നമ്മളൊന്ന് പ്രതീക്ഷിക്കും, പക്ഷെ കാണുന്നത് അതിലും കിടിലനൊരു സംഭവമായിരിക്കും. ആ ഒരു അത്ഭുതമുണ്ടല്ലോ, അതിലാണ് ആളുകൾ ശരിക്കും വീണുപോകുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണയായി കാഴ്ചക്കാർക്ക് ഒരു വിഷയത്തെപ്പറ്റി ഒരു ധാരണയുണ്ടാവും. അതാണ് അവരുടെ എക്സ്പെക്ടേഷൻ. എന്നാൽ നിങ്ങൾ അവർക്ക് പുതിയതും ശരിക്കും ഞെട്ടിക്കുന്നതുമായ ഒരു ഫാക്റ്റ് കൊടുക്കുമ്പോൾ അവരുടെ ആ പഴയ ധാരണ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് സംഭവിക്കും? അവർ നിങ്ങളിൽ ഹുക്ഡാവും. വെറുതെ പ്രതീക്ഷയ്ക്കൊത്ത് പോയാൽ പോരാ, പ്രതീക്ഷയെ ബീറ്റ് ചെയ്യണം. അപ്പോഴാണ് അവർ നിങ്ങളുടെ ഫാൻ ആകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇതാണ് ശ്രദ്ധയുടെ ഗെയിമിലെ ഒന്നാമത്തെ റൂള്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ കാര്യവും ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെയായിരിക്കണം. പുറത്ത് കാണുമ്പോൾ ഒന്ന് പ്രതീക്ഷിക്കുന്നു, പക്ഷെ തുറന്നു നോക്കുമ്പോൾ അതിലും വലുത്, അതിലും എക്സൈറ്റിംഗ് ആയ എന്തെങ്കിലും. ആ ഒരു ഷോക്ക് വാല്യൂ, അതാണ് ആളുകളെ വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം മറ്റുള്ളവരുടെ സൈക്കോളജി എങ്ങനെ ഹാക്ക് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഒരു പക്ഷേ ഏറ്റവും വലിയ സൈക്കോളജിക്കൽ ഗെയിം നമ്മൾ കളിക്കുന്നത് നമ്മുടെ ഓഡിയൻസിനോടല്ലെങ്കിലോ, മറിച്ച് നമ്മളോട് തന്നെയാണെങ്കിലോ? അതെ, നമ്മൾ കളിയുടെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇത് നിങ്ങൾക്കെതിരെ തന്നെ കളിക്കുന്നൊരു കളിയാണ്. ഇവിടെ നമ്മുടെ എതിരാളി പുറത്തുള്ള ആരുമല്ല, നമ്മുടെ തലച്ചോറിനകത്തു തന്നെയാണ്. പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ എങ്ങനെയാണ് കളിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പണം. നമ്മൾ വിചാരിക്കും അത് മുഴുവൻ കണക്കും കാര്യങ്ങളുമാണെന്ന്. പക്ഷേ സത്യം അതല്ല. പണം എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങളുടെയും പേടിയുടെയും ആഗ്രഹങ്ങളുടെയും ഒക്കെ ഒരു കളിയാണ്. നമ്മുടെ മനസ്സ് നമ്മൾ അറിയാതെ തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കും. യുക്തിയൊക്കെ അവിടെ മാറി നിൽക്കും. നമ്മുടെ തലച്ചോറ് നമ്മളെ പൂട്ടുന്ന ചില ട്രാപ്പുകൾ നോക്കിയാലോ? ഉദാഹരണത്തിന്, നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ലോജിക്കലാണെന്ന്. പക്ഷെ നമ്മൾ നമ്മുടെ സ്വന്തം ഗെയിം കളിക്കുകയായിരിക്കും. അല്ലെങ്കിൽ കൈപ്പുള്ള സത്യത്തേക്കാൾ നമ്മൾ വിശ്വസിക്കുന്നത് കേൾക്കാൻ സുഖമുള്ള കഥകളായിരിക്കും. വേറൊന്ന്, പണക്കാരനായി കാണിക്കുന്നതും പണക്കാരനാകുന്നതും ഒന്നാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പിന്നെ നഷ്ടം സഹിക്കാൻ വയ്യ, പക്ഷെ ലാഭം മാത്രം വേണം. ഇതൊക്കെയാണ് നമ്മളെ സാമ്പത്തികമായി പിന്നോട്ടു വലിക്കുന്ന ചില മെന്റൽ ട്രാപ്പുകൾ. അതുകൊണ്ട് തന്നെ പണത്തിന്റെ കളിയിൽ ജയിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധി വേണമെന്നില്ല. പകരം നമ്മുടെ ചിന്തകളിലെ ഈ തെറ്റുകൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് വേണ്ടത്. നമ്മുടെ ഉള്ളിലെ ശബ്ദങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്ത് ക്ഷമയോടെ മുന്നോട്ടു പോകുന്നവരാണ് അവസാനം കളി ജയിക്കുന്നത്. ശരി, നമ്മളിപ്പോ രണ്ട് വ്യത്യസ്ത കളികളെപ്പറ്റിയാണ് സംസാരിച്ചത്. ഒന്ന്, ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. രണ്ട്, പണം സമ്പാദിക്കുന്നത്. കാഴ്ചയിൽ രണ്ടും രണ്ടാണ്. പക്ഷേ ഇവ രണ്ടിനെയും ഒരുപോലെ നിയന്ത്രിക്കുന്ന ചില കോമൺ റൂൾസ് ഉണ്ട്. ആ 3 യൂണിവേഴ്സൽ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൂൾ നമ്പർ 1, വിജയിക്കണമെങ്കിൽ ആദ്യം അതിജീവിക്കണം. അതായത് കളിയിൽ നിന്ന് ഔട്ടാവാതിരിക്കുക. സർവൈവ് ടു വിൻ. ഈ ഒരു കമ്പാരിസൺ നോക്കൂ, ഇത് കിടിലനാണ്. ഒരു വീഡിയോ കാണുന്നയാൾ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയാൽ നിങ്ങളുടെ ഐഡിയ മുഴുവനായി അവരിലേക്ക് എത്തില്ല. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോൾ പേടിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ചാലോ, കോമ്പൗണ്ടിങ്ങിന്റെ ആ ഒരു മാജിക് നമുക്ക് ഒരിക്കലും കിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ 2 കളിയിലും അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവരാണ് ജയിക്കുന്നത്. റൂൾ നമ്പർ 2, കഥയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് അത് മാസ്റ്റർ ചെയ്യുക. മനുഷ്യന്മാർ കഥകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. ഈ കഥകളെ എങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അതിൽ വീണു പോവാതിരിക്കണം എന്നറിയുന്നതാണ് വിജയവും പരാജയവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെയാണ് ശരിക്കും ഒരു ട്വിസ്റ്റ് വരുന്നത്. ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾ ആളുകളുടെ മനസ്സിലൊരു കഥയുണ്ടാക്കി, എന്നിട്ട് യാഥാർത്ഥ്യം വെച്ച് അവരെ ഞെട്ടിക്കുന്നു.
നേരെ മറിച്ച് പണമുണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവർ പറയുന്ന നല്ല കഥകളിൽ വീഴാതെ അതിന്റെ പിന്നിലെ നഗ്നമായ സത്യം നമ്മൾ തിരിച്ചറിയണം. അതായത്, ഒന്ന് കഥയുണ്ടാക്കുന്ന കളിയാണെങ്കിൽ മറ്റൊന്ന് കഥകളെ പൊളിച്ചെടുക്കുന്ന കളിയാണ്. റൂൾ നമ്പർ 3. ഒരുപക്ഷേ ഇതാണ് എല്ലാത്തിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. മറ്റുള്ളവരുടെ കളി കളിക്കരുത്, നിങ്ങളുടെ സ്വന്തം കളി കളിക്കുക. ഇതൊരു വളരെ പവർഫുൾ ഐഡിയ ആണ്. കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരേ കാര്യം വീണ്ടും പറഞ്ഞാൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു സ്റ്റൈൽ വേണം. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളുടെ ലക്ഷ്യം വേറെയായിരിക്കും, നിങ്ങളുടെ സുഹൃത്തിന്റെ ലക്ഷ്യം വേറെയായിരിക്കും. അപ്പോ പിന്നെ അവരെ കോപ്പിയടിക്കുന്നതെന്തിനാണ്? അത് പരാജയത്തിലേക്കേ നയിക്കൂ. നിങ്ങളുടെ സ്വന്തം വഴി, നിങ്ങളുടെ സ്വന്തം ലക്ഷ്യം, നിങ്ങളുടെ സ്വന്തം കളി, അതാണ് വിജയത്തിലേക്കുള്ള ടിക്കറ്റ്. ശരി, അപ്പൊ ഇനി നിങ്ങളുടെ അടുത്ത നീക്കം എന്തായിരിക്കണം? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? നമ്മൾ ജീവിക്കുന്ന ഈ ലോകം മുഴുവൻ ഇതുപോലുള്ള ഹിഡൻ സൈക്കോളജിക്കൽ ഗെയിമുകൾ കൊണ്ട് നിറഞ്ഞതാണ്. നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും ശരി, അവിടെ ഒരു മറഞ്ഞിരിക്കുന്ന കളി നടക്കുന്നുണ്ട്. ആ കളിയിൽ ജയിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു കളിയിലാണ് എന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ്. അതുകൊണ്ട് എന്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയില് നിങ്ങൾ അടുത്തതായി മാസ്റ്റർ ചെയ്യാൻ പോകുന്ന ആ മറഞ്ഞിരിക്കുന്ന കളി ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അറിവിന്റെ ലോകത്തിൽ ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. ഇതുപോലുള്ള കൂടുതൽ ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.